അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് സുന്നി ക്ലാസ് നാളെ ചാനലിക്ക് പുതിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും. ഇന്നത്തെ ഞങ്ങളെ ടോപ്പിക് ഹുസ്നുൽ ദൻ, അള്ളാഹുടെ കുറിച്ച് നല്ലത് വിവരിക്കുക എന്നുള്ളത്. അതായത് ഈ ഒരു ഹദീസ് ഇത് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നായിട്ട് പല പലക്കങ്ങളിൽ ഞങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടിരിക്കുന്നത് എന്തുവെന്നെങ്കിൽ ചില ആൾമാർ തുടക്കത്തിൽ തന്നെ പ്രഗ്നൻ്റായ ഒരു വിഷയം എടുക്കണം. എനിക്ക് പ്രഗ്നൻ്റായ തുടക്കത്തിൽ തന്നെ ചില ആൾമാർ ചൊല്ലത് കേൾക്കുന്നത് നോർമൽ ഡെലിവറിക്ക് ദ്വാരക്കുറവുണ്ട്. നോർമൽ ഡെലിവറിക്ക് ആവുക ദ്വാരക്കുറവ്. അപ്പൊ ഇതിന് അർത്ഥ അങ്ങനെ ചൊല്ലണുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിൽ എന്തിനുണ്ട്? ഇങ്ങനെ ചൊല്ലണമെങ്കിൽ അങ്ങനെ മനസ്സിൽ എന്തിനുണ്ട്? ഒരു ഡോക്ടർ ഇത് നോർമൽ ആവില്ല, ഇത് ഓപ്പറേഷൻ ആയിട്ടേ വീണു എന്ന് ചൊന്നവിടെ നമുക്ക് ചൊല്ലേക്ക് ഇപ്പൊ ഇങ്ങനെ ചൊന്നിടാറ് അതുകൊണ്ട് നോർമൽ ആകും ദ്വാരക്കുറന്ന് ചൊല്ലേക്ക് അതൊക്കെ ഇത് ചൊല്ലാം, ന്യായ ചൊല്ലാം. അത് അങ്ങനെ ഡോക്ടർമാർ ചൊന്നത് കൊണ്ട് എന്നുള്ളത്. എന്നാൽ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ അള്ളാഹുടെ സഹായമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ഇതിപ്പോ ഞാൻ ഇതെന്ത് കേട്ടെങ്കിൽ ഇത് ഇവിടെ മാത്രമല്ല, വേറെ പല ഭാഗങ്ങളിലും അള്ളാഹുടെ സഹായമുണ്ട് എന്ന ആ രീതിയിൽ. അതിപ്പോ ഇത് ഉദാഹരണക്ക് ഇതൊന്നും എടുത്താൽ മാത്രം അള്ളാഹുടെ സഹായം എനിക്ക് കിട്ടൂ എന്ന ആ രീതിയിലാവണം ഞങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ. അള്ളാഹുടെ സഹായം എനിക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അപ്പൊ ഞങ്ങളെ പലക്കും ആ ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടാവണം എന്ന്. അല്ലാണ്ട് ഇത് തപ്പോട്ട് ഇത് വലിയ ദോഷാണ്ടുള്ള അർത്ഥത്തിൽ അല്ല. അതുപോലത്തെ പല സംഭവങ്ങളിലും ഞങ്ങൾ ഈ ഒരു ഹദീസ് ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് അല്ലാഹു തആലമേ ചൊന്നതായിട്ട് ചൊല്ല് ഖാല അല്ലാഹു അസ്സ വജല്ല അന ഇൻദ ളന്നി അബ്ദി ബി. നന്റെ അടിമ എങ്ങനെ നന്റെ പേരിക്കലാണ് അങ്ങനെ ನಾನು ಅವನೊಟ್ಟಿಗೂ ഇൻ ലന്ന ഖൈറൻ ഫലഹു. അവൻ നല്ലത് പേരിക്കലാണ് എന്താണ് അവന് കൊടുക്കട്ടെ. വൈൻ ലന്ന ഷർറൻ, അവൻ ഷർറ് ആയിട്ടിക്കടെ പേരിക്കലാണ് കണ്ടെങ്കിൽ അവനക്ക് അതുണ്ട്. എന്തിനാ അവൻ പേരിക്കലാണ് അത്. അപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ സഹായം അള്ളാഹുടെ സംബന്ധിച്ച് ഞങ്ങളെ മനസ്സിൽ എങ്ങനെ ഉണ്ടോ അങ്ങനെ ആയിട്ടിക്കടുണ്ട്. അപ്പൊ ഈ ഹദീസ് അത് നീണ്ടൊരു ഹദീസ് ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പൊ അതിനെ വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ചൊന്നതായിട്ട് കാണാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു മനുഷ്യർക്ക് കൊടുക്കുന്ന പ്രതിഫലം കൊടുക്കുന്നത് ആഖിറത്തിൽ കിട്ടുന്ന കൂലിയും ദുനിയാവിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കൊടുക്കുന്നതൊക്കെ അതിന്റെ പ്രതിഫലം കൊടുക്കും. അപ്പൊ അതിൽ അതാ അള്ളാഹു തആല യുജാസിൽ അബ്ദ അലാ മാ യظن ബിഹി ഫൈദാ ظن العبد بالله خيرا. അള്ളാഹുടെ കൊണ്ട് ഒരു മനുഷ്യ ഖൈർ പേരിച്ചെങ്കിൽ ഖൈർ എങ്ങനെ പേരിക്കലേ അതാ അള്ളാഹു കൊണ്ട് ഖൈർ ചെയ്യൂ. അള്ളാഹിന്റെ ഔദാര്യം അവനക്ക് അള്ളാഹു കൊടുക്കും. അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും, അവന്റെ ഇബാദത്ത് സ്വീകരിക്കും, അവനാക്കിയ നല്ലത് സ്വീകരിക്കും. ഇങ്ങനെയൊക്കെ അവൻ പേരിച്ചാൻ കണ്ടെങ്കിൽ അത് അവനുണ്ട്. അതല്ല അവൻ അള്ളാഹുടെ കുറിച്ച് അങ്ങനെയല്ല പേരിക്കാൻ കണ്ടെങ്കിൽ അവനത് അത് കിട്ടൊക്കെ പോകണ്ടില്ല. ഷർറാണ് പേരിക്കരുത്, അള്ളാഹുനെ അങ്ങനെ ആക്കും അല്ലെ എനക്ക് അങ്ങനെ ഇതാവില്ല ഇത് എങ്ങനെ ആയിട്ടോ അള്ളാഹുടെ സംബന്ധിച്ച് അവന്റെ കൽബിലുള്ളത് അതുപോലെ ഞാൻ അവിടെ ഇട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് കൊടുത്ത ഒരു ഉദാഹരണം, അതായത് സാധാരണ നമുക്കത് ചിലപ്പോൾ ചൊല്ലത് കേൾക്കുന്നത് എന്താണെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ദ്വാരക്കുറവാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന് ഇതിങ്ങനെ ആവില്ല എന്നൊരു വ്യാറകല മനസ്സിലുള്ളത് കൊണ്ടായിട്ടില്ല ഈ പദങ്ങളൊന്നും മാറ്റി പിടിക്കുക. അതായത് ഞങ്ങളെ മനസ്സിൽ എങ്ങനെയാണോ രണ്ട് കാര്യം കൂടിയുണ്ട്. ഒന്ന്, ഞങ്ങൾ അള്ളാഹുടെ കുറിച്ച് നല്ലത് പേരിക്കണം. അള്ളാഹുനെ കൈപ്പെടല എന്നുള്ള ചിന്ത, അള്ളാഹുനെ സഹായം നപ്പിക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കണ്ടിട്ടുകൊള്ള ഞങ്ങൾ ഇബാദത്ത് ചെയ്യും, അള്ളാഹ് സ്വീകരിക്കും. ഞങ്ങൾ നല്ല ചെയ്യും, അള്ളാഹ് കബൂൽ ചെയ്യാം. ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്ത് മുന്നിടുമ്പോൾ അള്ളാഹുടെ സഹായം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്ക് അല്ലെ അതുപോലത്തെ വ്യാറങ്ങളായിട്ടിക്കട് ഞങ്ങൾ പേരിക്കേണ്ടത്. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ വേണം. ആ മനസ്സിൽ ഇന്നതായിട്ടിക്കടെ പിന്നെ എന്തിനാക്കടെ ബായിൽ പണ്ട് മനസ്സിൽ എന്തിനെ പേരിക്കണം അതായിട്ടിക്കടെ അവന്റെ ബായിൽ വേണ്ടത്. അപ്പൊ ഇവിടെയും ഉടാൻ മാത്രമല്ല പല ജാഗങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഇത് ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ പലക്കവും പോസിറ്റീവായിട്ടുള്ള ഖൈറുടെ ഭാഗത്ത് കാണണം. ഷർറിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ കാവൽ കേൾക്കണം, ആരോഗ്യങ്ങളൊക്കെ കേൾക്കണം. അത് വേണ്ടാന്ന് ചൊല്ലല്ല,
നിങ്ങൾ അഫുവും ആഫിയത്തും അള്ളാഹുടെ ടീക്കേക്കുറ, ആഫിയത്തിൽ അള്ളാഹുടെ ടീക്കേക്കുറ എന്നായിട്ടിരിക്കണം. അപ്പൊ സന്ദർഭങ്ങളൊക്കെ ആഫിയത്ത് എന്നുള്ളത് അള്ളാഹുടെ ടീക്കേക്കേണ്ട ഒന്നായിട്ടിരിക്കും. അള്ളാഹുവിൻ്റെ ആഫിയത്തിലെ കേൾക്കുക. അപ്പൊ ഹൈറക്ക് വേണ്ടി ദ്വാരക്കുറു, നല്ലതൊക്കെ വേണ്ടി ദ്വാരക്കുറും ഇങ്ങനെ, അതായത് ഞങ്ങളെ മനസ്സിലിക്കേണ്ടത് അള്ളാഹുടെ സംബന്ധിച്ച് നല്ല വ്യാരങ്ങളായിട്ടിരിക്കും. അപ്പൊ അള്ളാഹുടെ സഹായം എത്തിക്കും, അള്ളാഹുവിന്റെ ഇബാദത്ത് സ്വീകരിക്കും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഇങ്ങനെയുള്ള അള്ളാഹുടെ സംബന്ധിച്ച് നല്ല ഇതായിട്ടിക്കിട്ട് ഞങ്ങളെ മനസ്സിൽ വേണ്ടത് ഇതായിട്ടിക്കിട്ട് അനന്ത വന്നി അബുദി ബി അല്ലെ, ഇൻ വന്ന ഖൈറൻ ഫലഹു വഇൻ വന്ന ശർറൻ ഫലഹു. അപ്പൊ ഞാനിത് എന്ത് ചോദിച്ചെങ്കിൽ ചില ആൾമാരെ പലക്കത്തിൽ നിന്നും ആ പലക്കത്ര തൃപ്തികരമാവില്ല. എന്താ അങ്ങനെ മനസ്സിൽ ഇങ്ങനത്തെ, അപ്പൊ അതിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കണം. അപ്പൊ അതിനെ നീക്കിയിട്ട് നല്ല ഭാവന, നല്ല അള്ളാഹുടെ കുറിച്ച് നല്ല ചിന്ത, നല്ല ഭാവന, പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഭാഗം ചിന്തിച്ചുകൊണ്ട്, അപ്പൊ ഞങ്ങളെ നാവൽ പണ്ട് പലക്കും ആ രീതിയിൽ തന്നെ ആവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.